നമസ്കാരം. നിങ്ങൾ വെളുപ്പിനെ 2:30-ക്കും 4:30-ക്കും ഇടയിൽ ഉണരാറുണ്ടോ? അറിഞ്ഞോ അറിയാതെയോ അല്ലെ എന്തിനു വേണ്ടി ആയിക്കോട്ടെ, ഉണരാറുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതുകൂടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹവും നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അപാരമായ ദൈവാനുഗ്രഹം, ഈശ്വരാധീനം ഉണ്ടായി വരും. അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിത് പറയാൻ കാര്യം. എൻ്റെ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ മിക്കവാറും രാവിലെ ഒരു 2:30-ക്കും 4:30-ക്കും ഇടയിൽ ഉണരാറുണ്ട്. അപ്പോൾ എനിക്ക് പല ദിവ്യമായ ഈശ്വരീയമായ അനുഭവങ്ങളും ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എനിക്ക് കിട്ടുന്ന പല ദിവ്യമായ ജ്ഞാനങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പലപ്പോഴും അത് വീഡിയോ കാണുന്നവർക്കറിയാം. ഒരു സാധാരണ വ്യക്തിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ശിവജ്ഞാനമായാലും ശരനൂൽ രഹസ്യമായാലും ഭദ്രകാളി ജ്ഞാനമായാലും പല പല കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ കിട്ടുന്ന ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഈ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ നമ്മളൊരു വെള്ളം കുടിക്കാൻ എഴുന്നേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ എഴുന്നേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ ഞെട്ടി ഉണരുന്നതായിരിക്കും. എങ്ങനെ ഈ വെളുപ്പിനെ 2:30-ക്കും 4:30-ക്കും ഇടയിൽ നമ്മൾ ഉണർന്നാൽ ആ വ്യക്തിക്ക് ഈശ്വരീയമായ ഒരു ദിവ്യമായ ഒരു ബോധം ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴാണ് ആ ഈശ്വരീയമായ ആ ദിവ്യബോധം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എല്ലാ വിജയങ്ങളും സമ്പത്തും ഐശ്വര്യവും അപാരമായ ദൈവാനുഗ്രഹവും എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എത്രയോ വ്യക്തികളുണ്ട്, അവരൊക്കെ ഈ സമയത്തിന് ഉണരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഈ സമയത്തിന് ഏത് വിധേനയും ഉണരുന്ന വ്യക്തികളിൽ ഉള്ളിലൊരു ദിവ്യമായ ഒരു ബോധമുണ്ട്, ഒരു ഈശ്വരബോധം. ഇപ്പം ഇന്നത്തെ എൻ്റെ അനുഭവം, ഇന്ന് ഞാൻ 3:30-ക്കാണ് ഇതുപോലെ ഉണർന്നത്. ഞാൻ സമയം നോക്കും എപ്പോഴും എഴുന്നേറ്റാലും വെളുപ്പിനെ 3:30-ക്ക്. മിക്കവാറും ഈ സമയത്ത് ആണ് എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഭവങ്ങളും ദർശനങ്ങളും ഒക്കെ ആ ബോധാവസ്ഥയിൽ ആ ഒരു ഡീപ്പ് സ്ലീപ്പിലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ക്ലോക്ക് നോക്കും. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം മുഴുവൻ 2:30-ക്കും 4:30-ക്കും ഇടയിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത്. 4:30 കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് പലരും എഴുന്നേക്കുന്ന സമയം തന്നെയാണ്. അതൊരു ഉപബോധ മനസ്സിൻ്റെ ആ ഒരു ദിവ്യത ഉണരുന്ന സമയമോ അല്ലെങ്കിൽ ഉണരലോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് പലരും എഴുന്നേക്കുന്ന സമയം തന്നെയാണ്, ഒരു 4:30-ക്ക് ശേഷം. പക്ഷേ ഈ 2:30 മുതൽ 4:30 വരെയുള്ള സമയം ഞാൻ പല ഗുരുക്കന്മാരുടെയും ദർശനങ്ങളും പല കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പല മന്ത്രങ്ങളും പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. ശ്രീരാമമന്ത്രത്തിൻ്റെ രഹസ്യം ഒക്കെ എനിക്ക് അങ്ങനെ ഒരു ശ്രീരാമമന്ത്രം ഒക്കെ എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ അത് സിദ്ധന്മാർ ജപിക്കുന്ന മന്ത്രമാണ്. അപ്പോൾ ഞാനത് എല്ലാവർക്കും ഗുണമുണ്ടാകാൻ വേണ്ടി അതൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവജ്ഞാനമാണേലും ഭദ്രകാളി ജ്ഞാനമാണേലും പല പല രഹസ്യങ്ങളും എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഉണരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഈ എല്ലാവരുടെ ഉള്ളിലും ദിവ്യബോധമുണ്ട്. പക്ഷെ അത് അല്പം കൂടുതലായിട്ടുണ്ട്. അതിനെ നമ്മൾ വേറൊരു വിദ്യയും കൂടെ ചെയ്ത് അതിനെ നമ്മൾ കൂടുതൽ വളർത്തിയെടുത്താൽ ഏതാഗ്രഹവും സാധിച്ചെടുക്കാൻ പറ്റും. അപാരമായ ദൈവാനുഗ്രഹം ഉണ്ടാകും. സകല ശത്രുദോഷങ്ങളും മാറും. സർവ്വകാര്യങ്ങളിലും വിജയം ഉണ്ടാകും. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അത് ഈ സമയത്ത് ഉണരുന്നവരുടെ പ്രത്യേകത പറയാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്ന് രാവിലെ ഞാൻ 3:30-ക്ക് എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ഞാനൊരു കാര്യം മനസ്സിൽ കണ്ട് ആണ് ഞാൻ ഉണർന്ന് എഴുന്നേക്കുന്നത്. ആ സമയത്ത് നമ്മളങ്ങ് ഉണർന്ന് എഴുന്നേക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ കണ്ടത് ഒരു സ്ഥലമാണ്, ഒരു കാട് പോലെയുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു ഭിത്തി പോലെ കാണുന്നുണ്ട്. കാട്ടുപ്രദേശമാണ്. അവിടെ ഒരു ഭിത്തി പോലെ കാണുന്നുണ്ട്. ആ ഭിത്തി മുഴുവൻ പൊടികളാണ്. ആ പൊടികളെ ഞാനിങ്ങനെ കൈകൊണ്ട് തൂക്കുമ്പോൾ ശിവലിംഗം അവിടെ ഇങ്ങനെ ചിത്രം തെളിഞ്ഞു വരുന്നു. ആ ശിവലിംഗത്തിൻ്റെ പാദത്തിൽ ഈ വെള്ളപ്പൂക്കളുണ്ട്. വീണ്ടും ഞാൻ ആ ഭിത്തിയിൽ ഇങ്ങനെ കൈ ഓടിക്കുമ്പോൾ വീണ്ടും ഒരു ശിവലിംഗം. അങ്ങനെ ആ ഭിത്തി മുഴുവൻ ശിവലിംഗമാണ്. ശിവലിംഗത്തിൻ്റെ താഴെ വെള്ളപ്പൂക്കളോടുകൂടിയ ശിവലിംഗത്തിൻ്റെ ചിത്രമാണ്. ഇന്ന് ഞാൻ 3:30-ക്ക് കണ്ട കാര്യം പറയുന്നത്. അപ്പോൾ ഈ 3:30-ക്ക് ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ചിലപ്പോഴും നമ്മൾ അല്ലാതെ ഉണരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദാഹിച്ചായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് ഉണരുന്നതായിരിക്കാം. എങ്ങനെ ഉണർന്നാലും നിങ്ങളുടെ ഈ സമയത്തിൽ നിങ്ങൾ പലപ്പോഴും ഉണരുന്നുണ്ടെങ്കിൽ, ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഉണർന്നിട്ടുണ്ടെങ്കിൽ, നമസ്കാരം. നിങ്ങൾ വെളുപ്പിനെ 2:30-ക്കും 4:30-ക്കും ഇടയിൽ ഉണരാറുണ്ടോ? അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി ആയിക്കോട്ടെ, ഉണരാറുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതുകൂടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹവും നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അപാരമായ ദൈവാനുഗ്രഹം, ഈശ്വരാധീനം ഉണ്ടായി വരും. അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിത് പറയാൻ കാര്യം. എൻ്റെ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ മിക്കവാറും രാവിലെ ഒരു 2:30-ക്കും 4:30-ക്കും ഇടയിൽ ഉണരാറുണ്ട്. അപ്പോൾ എനിക്ക് പല ദിവ്യമായ ഈശ്വരീയമായ അനുഭവങ്ങളും ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എനിക്ക് കിട്ടുന്ന പല ദിവ്യമായ ജ്ഞാനങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പലപ്പോഴും അത് വീഡിയോ കാണുന്നവർക്കറിയാം. ഒരു സാധാരണ വ്യക്തിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ശിവജ്ഞാനമായാലും ശരനൂൽ രഹസ്യമായാലും ഭദ്രകാളി ജ്ഞാനമായാലും പല പല കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ കിട്ടുന്ന ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഈ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ നമ്മളൊരു വെള്ളം കുടിക്കാൻ എഴുന്നേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ എഴുന്നേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ ഞെട്ടി ഉണരുന്നതായിരിക്കും. എങ്ങനെ ഈ വെളുപ്പിനെ 2:30-ക്കും 4:30-ക്കും ഇടയിൽ നമ്മൾ ഉണർന്നാൽ ആ വ്യക്തിക്ക് ഈശ്വരീയമായ ഒരു ദിവ്യമായ ഒരു ബോധം ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴാണ് ആ ഈശ്വരീയമായ ആ ദിവ്യബോധം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എല്ലാ വിജയങ്ങളും സമ്പത്തും ഐശ്വര്യവും അപാരമായ ദൈവാനുഗ്രഹവും എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പം എത്രയോ വ്യക്തികളുണ്ട്, അവരൊക്കെ ഈ സമയത്തിന് ഉണരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഈ സമയത്തിന് ഏത് വിധേനയും ഉണരുന്ന വ്യക്തികളിൽ ഉള്ളിലൊരു ദിവ്യമായ ഒരു ബോധമുണ്ട്, ഒരു ഈശ്വരബോധം. ഇപ്പം ഇന്നത്തെ എൻ്റെ അനുഭവം, ഇന്ന് ഞാൻ 3:30-ക്കാണ് ഇതുപോലെ ഉണർന്നത്. ഞാൻ സമയം നോക്കും എപ്പോഴും എഴുന്നേറ്റാലും വെളുപ്പിനെ 3:30-ക്ക്. മിക്കവാറും ഈ സമയത്ത് ആണ് എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഭവങ്ങളും ദർശനങ്ങളും ഒക്കെ ആ ബോധാവസ്ഥയിൽ ആ ഒരു ഡീപ്പ് സ്ലീപ്പിലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ക്ലോക്ക് നോക്കും. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം മുഴുവൻ 2:30-ക്കും 4:30-ക്കും ഇടയിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറഞ്ഞത്. 4:30 കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് പലരും എഴുന്നേൽക്കുന്ന സമയം തന്നെയാണ്. അതൊരു ഉപബോധ മനസ്സിൻ്റെ ആ ഒരു ദിവ്യത ഉണരുന്ന സമയമോ അല്ലെങ്കിൽ ഉണരലോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് പലരും എഴുന്നേൽക്കുന്ന സമയം തന്നെയാണ്, ഒരു 4:30-ക്ക് ശേഷം. പക്ഷേ ഈ 2:30 മുതൽ 4:30 വരെയുള്ള സമയം ഞാൻ പല ഗുരുക്കന്മാരുടെയും ദർശനങ്ങളും പല കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പല മന്ത്രങ്ങളും പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. ശ്രീരാമമന്ത്രത്തിൻ്റെ രഹസ്യം ഒക്കെ എനിക്ക് അങ്ങനെ ഒരു ശ്രീരാമമന്ത്രം ഒക്കെ എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ അത് സിദ്ധന്മാർ ജപിക്കുന്ന മന്ത്രമാണ്. അപ്പോൾ ഞാനത് എല്ലാവർക്കും ഗുണമുണ്ടാകാൻ വേണ്ടി അതൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവജ്ഞാനമാണേലും ഭദ്രകാളി ജ്ഞാനമാണേലും പല പല രഹസ്യങ്ങളും എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഉണരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഈ എല്ലാവരുടെ ഉള്ളിലും ദിവ്യബോധമുണ്ട്. പക്ഷെ അത് അല്പം കൂടുതലായിട്ടുണ്ട്. അതിനെ നമ്മൾ വേറൊരു വിദ്യയും കൂടെ ചെയ്ത് അതിനെ നമ്മൾ കൂടുതൽ വളർത്തിയെടുത്താൽ ഏതാഗ്രഹവും സാധിച്ചെടുക്കാൻ പറ്റും. അപാരമായ ദൈവാനുഗ്രഹം ഉണ്ടാകും. സകല ശത്രുദോഷങ്ങളും മാറും. സർവ്വകാര്യങ്ങളിലും വിജയം ഉണ്ടാകും. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അത് ഈ സമയത്ത് ഉണരുന്നവരുടെ പ്രത്യേകത പറയാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്ന് രാവിലെ ഞാൻ 3:30-ക്ക് എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ഞാനൊരു കാര്യം മനസ്സിൽ കണ്ട് ആണ് ഞാൻ ഉണർന്ന് എഴുന്നേൽക്കുന്നത്. ഞെട്ടി ആ സമയത്ത് നമ്മളങ്ങ് ഉണർന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ കണ്ടത് ഒരു സ്ഥലമാണ്, ഒരു കാട് പോലെയുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു ഭിത്തി പോലെ കാണുന്നുണ്ട്. കാട്ടുപ്രദേശമാണ്. അവിടെ ഒരു ഭിത്തി പോലെ കാണുന്നുണ്ട്. ആ ഭിത്തി മുഴുവൻ പൊടികളാണ്. ആ പൊടികളെ ഞാനിങ്ങനെ കൈകൊണ്ട് തൂക്കുമ്പോൾ ശിവലിംഗം അവിടെ ഇങ്ങനെ ചിത്രം തെളിഞ്ഞു വരുന്നു. ആ ശിവലിംഗത്തിൻ്റെ പാദത്തിൽ ഈ വെള്ളപ്പൂക്കളുണ്ട്. വീണ്ടും ഞാൻ ആ ഭിത്തിയിൽ ഇങ്ങനെ കൈ ഓടിക്കുമ്പോൾ വീണ്ടും ഒരു ശിവലിംഗം. അങ്ങനെ ആ ഭിത്തി മുഴുവൻ ശിവലിംഗമാണ്. ശിവലിംഗത്തിൻ്റെ താഴെ വെള്ളപ്പൂക്കളോട് കൂടിയ ശിവലിംഗത്തിൻ്റെ ചിത്രമാണ്. ഇന്ന് ഞാൻ 3:30-ക്ക് കണ്ട കാര്യം പറയുന്നത്. അപ്പോൾ ഈ 3:30-ക്ക് ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ചിലപ്പോൾ നമ്മൾ അല്ലാതെ ഉണരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദാഹിച്ചായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് ഉണരുന്നതായിരിക്കാം. എങ്ങനെ ഉണർന്നാലും നിങ്ങളുടെ ഈ സമയത്തിൽ
നിങ്ങൾ പലപ്പോഴും ഉണരുന്നുണ്ടെങ്കിൽ, ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു സമയത്ത് ഉണർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ദിവ്യമായ, ഒരു ഈശ്വരീയമായ ഒരു അനുഗ്രഹം ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ദിവ്യമായ ഒരു ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ട്. എല്ലാവരുടെ ഉള്ളിലുള്ള ആണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ അല്പം കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ സമയത്ത് എങ്ങനെ ഉണർന്നാലും, ഉണർന്നു കഴിഞ്ഞ് നിങ്ങൾ ഇപ്പം ചിലപ്പോൾ ദാഹിച്ചിട്ടായിരിക്കും ഉണരുന്നത്, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ എന്നെങ്കിലും ഒരു ഉറക്കത്തിലൊരു കാര്യം കണ്ടിട്ട് ഉണരുന്നതായിരിക്കും. എങ്ങനെ ഉണർന്നാലും നിങ്ങൾ ഒന്ന് കൈയും കാലും മുഖവും കഴുകിയിട്ട് ഒരു കസേര ഇരുന്നുകൊണ്ട് കിഴക്കോട്ടിരുന്ന് ഓം അഗത്തീശായ നമ എന്നൊന്ന് ജപിക്കുക. വാ കൊണ്ട് ഒരു തവണ ജപിക്കുക, മനസ്സിലൊന്ന് ജപിക്കുക. എന്നിട്ടൊരു അല്പനേരം കണ്ണടച്ചിരിക്കുക. ഇത് 2-3 മിനിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ കയറി കിടന്ന് ഉറങ്ങാം, ഒരു കുഴപ്പമില്ല. ഈ വിദ്യ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ചില കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് ജപിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സമയം പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി മൗനമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ 2:30 മുതൽ 4 വരെയുള്ള ആ ഒരു സമയത്തിൽ പ്രപഞ്ചത്തിന് ചുറ്റും ശാന്തതയാണ്, ഒരു മൗനമാണ്. ഈ മൗനത്തിലാണ് ക്രിയേറ്റീവായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ട് നടക്കുന്നത് ഈ മൗനത്തിലാണ്. ഇപ്പോൾ മൗനം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം തന്നെയാണ്. മൗനം ബ്രഹ്മം തന്നെയാണ്. ആ മൗനത്തിൽ നമ്മൾ അറിയുന്നത് ഈശ്വരനെ തന്നെയാണ്. ഒന്നും ഒരു ചിന്തയില്ലാതുള്ള ഒരു മൗനത്തിൽ നമ്മൾ അറിയുന്നത് ഈശ്വരനെ തന്നെയാണ്. മൗനം, ഈ പ്രകൃതിയുടെ മൗനം എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിപരമാണ്. ഈ സമയത്താണ് പ്രകൃതിയിൽ പ്രകൃതിയുടെ ഏറ്റവും ആ ദിവ്യബോധം നല്ല രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്തെ, അതായത് ഒരു 3 മണി തൊട്ട് തന്നെ ഈ ഋഷിമാര്, മഹർഷിമാര്, യോഗീശ്വരന്മാരൊക്കെ എഴുന്നേറ്റിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങുന്നതും ആ രഹസ്യം അറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ഈ സമയത്തിൽ അറിയാതെ ഉണരുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള അതേ ദിവ്യബോധം, അതേ ശക്തി നിങ്ങളിലും കൂടുതലായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? സംശയമൊന്നുമില്ല, വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. അവരുടെ ഉള്ളിലെ യോഗിമാരുടെയും മഹർഷിമാരുടെയും ദിവ്യാത്മാക്കളുടെയും ഉള്ളിലുള്ള ആ ദിവ്യബോധം നിങ്ങളുടെ ഉള്ളിലും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഉണർവുണ്ടാകുന്നത്. ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണർവിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ആ സമയം ഉണർന്ന് നമ്മളിപ്പോൾ വെള്ളം കുടിച്ചു, നമ്മൾ എന്തിനാണ് ഉണർന്ന് അതിന് നമ്മൾ എഴുന്നേറ്റ് ചെയ്തിട്ട് കയറി കിടന്നാൽ അത് നമുക്ക് ഒരു പ്രയോജനം ഇല്ലാതായിപ്പോവും. അങ്ങനെ എത്രയോ ആളുകൾ എഴുന്നേൽക്കുന്നുണ്ട് 2:30-ക്കും 4:30-ക്കും ഇടയ്ക്ക്. അവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന പ്രയോജനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണത്? ആ സമയം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിലൊരു ബോധമുണ്ടെങ്കിൽ, ഒരു ദിവ്യബോധമുണ്ടെങ്കിൽ, അതിനെ നല്ല രീതിയിലാക്കി എടുക്കാൻ വേണ്ടി, ആ ബോധം പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റ് ആകാൻ വേണ്ടി ആരുടെ സഹായം വേണം? ഗുരുവിൻ്റെ സഹായം വേണം. ഗുരുവിനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗുരുവാണ് ഈശ്വരനെ കാട്ടിത്തരുന്നത്. ഗുരുവിനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് സ്വയം ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കൊരു ശരീരത്തിനൊരു രോഗങ്ങൾ വന്നാൽ നിങ്ങൾ സ്വയം ചികിത്സിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അത് പഠിച്ച, അതിൽ അറിവുള്ള ഡോക്ടറുടെ അടുത്താണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ആത്മീയമായ ഒരു ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പരിപോഷിപ്പിക്കാൻ അതിനെ അനുഭവിച്ച, അതിനെ അറിയുന്ന മഹാത്മാക്കളായ ഗുരുക്കന്മാരുടെ സഹായത്താലേ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ ആരെ വിളിക്കണം? ഓം അഗത്തീശായ നമ. ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും ബഹുമാനത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ശുദ്ധ മനസ്സോടുകൂടി വിളിക്കണം. ഈ സമയത്തെ മനസ്സ് ശുദ്ധമായിരിക്കും. ശരീരവും ഏറെക്കുറെ നല്ല ഒരു അവസ്ഥയിലായിരിക്കും. കാരണം നമ്മൾ കഴിച്ച ആഹാരങ്ങളൊക്കെ ഏകദേശം ദഹിച്ച് ഒരു പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു വരുന്ന ഒരു സമയമായിരിക്കാം ഈ സമയം. കാരണം നമ്മൾ വൈകിട്ട് കഴിക്കുന്ന ആഹാരമൊക്കെ പിന്നെ നമ്മളൊന്നും കഴിക്കുന്നില്ല. ബാക്കിയുള്ള സമയമെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ആ ഒരു വൈകിട്ട് കഴിച്ച ആഹാര പ്രോസസ്സിങ്ങിലൊക്കെ ആയി ഉള്ള ആ ഒരു ശരീരം നല്ലൊരു സന്തുലിതാവസ്ഥയിലുമായിരിക്കും. മാത്രമല്ല മനസ്സ് ഏറ്റവും ശുദ്ധമായിരിക്കും. നമ്മൾ ഈ വെളുപ്പിനെ 3:30-ക്കും 4 മണിക്കും ഇടയിൽ എഴുന്നേറ്റാൽ ആരെങ്കിലും മറ്റുള്ളവരുടെ കുറ്റം ചിന്തിക്കുമോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും വല്ല മാനസിക പ്രശ്നവും കാണും.
ആരും ചിന്തിക്കത്തില്ല. ആ സമയത്ത് ചിന്തിക്കാൻ തോന്നത്തില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞൊക്കെ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴാണ് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങുന്നത്. ഇത് ഈ വെളുപ്പിന് 2:30-ക്കും 4:30-ക്കും ഇടയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരുടെയും കുറ്റം പറയാൻ തോന്നത്തില്ല, ആരെക്കുറിച്ച് മനസ്സിൽ ദൂഷിച്ച കാര്യങ്ങൾ തോന്നത്തില്ല. ആ സമയത്തിനൊരു പ്രത്യേകത അതാണ്. അത് ദൈവികമായ ഒരു ബോധം കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മനസ്സ് ശുദ്ധമാണ്. നിങ്ങളെ പ്രത്യേകിച്ച് ശുദ്ധമാക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? പ്രത്യേകിച്ച് ആ സമയത്ത് മനസ്സ് ശുദ്ധമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഗുരുവിനെ വിളിച്ചാൽ മാത്രം മതി. പറഞ്ഞ രീതിയിൽ ഗുരുവിനെ വിളിച്ചാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ 2-3 മിനിറ്റ് ഇരിക്കുക. ആദ്യം ഓം അഗതീശായ നമഃ എന്ന് വാഗോണ്ട് ജപിക്കുക. പിന്നെ കണ്ണടച്ച് മനസ്സിൽ ജപിക്കുക. എന്നിട്ട് കണ്ണടച്ച് അല്പനേരം ഒന്നിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ലയിച്ച് 2-3 മിനിറ്റ് ഇരുന്നിട്ട് കയറി കിടക്കാം, ഒരു കുഴപ്പമില്ല. ഇനിയും അത് കഴിഞ്ഞ് വല്ല ജോലിയൊക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കിടക്കേണ്ടവർക്ക് കിടക്കാം, ഒരു കുഴപ്പമില്ല അതിന്. ഇത് നിങ്ങൾ നിത്യേന ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് വിചാരിച്ച കാര്യവും നടന്ന് കിട്ടും, യാതൊരു സംശയം വേണ്ട. നിങ്ങൾ മാത്രമല്ല, ഈ 3 മണി തൊട്ട് ബ്രഹ്മയാമം ആരംഭിക്കുകയാണ്. അതായത് ഉദയം അനുസരിച്ച് ഇച്ചിരി മുന്നോട്ടോ പുറകോട്ടൊക്കെ മാറി വരും. എങ്കിലും ഏകദേശം ഒരു 3 മണി തൊട്ട് തന്നെ ബ്രഹ്മയാമം ആരംഭിക്കും. അപ്പം ആ ബ്രഹ്മയാമം എന്ന് പറഞ്ഞാൽ ഏറ്റവും പവിത്രമായ ഒരു സമയമാണ്. മാത്രമല്ല, ഈ ബ്രഹ്മയാമത്തിന് മുമ്പുള്ള ഈ 2:30 തൊട്ടുള്ള സമയവും ദേവതകളെ, ഗുരുക്കന്മാരെ, ഋഷിമാരെ, ദിവ്യ തേജസ്വികളുടെ അനുഗ്രഹം കിട്ടുന്ന സമയം 2:30 തൊട്ട് തന്നെ. എൻ്റെ അനുഭവം പറഞ്ഞു. ഞാൻ പലപ്പോഴും എനിക്ക് പല ഗുരുക്കന്മാരിൽ നിന്ന് ജ്ഞാനങ്ങളും ഒക്കെ കിട്ടുന്നത് ഈ 2:30 സമയം തൊട്ട് തന്നെയാണ്. യാതൊരു സംശയം ഇവിടെ 2:30-ക്കും 4:00-ക്കും ഉള്ളിലുള്ള സമയം പവിത്രമായ സമയം തന്നെയാണ്. അപ്പോൾ ഒരു 3 മണി അല്ലെങ്കിൽ 3:30 കൂടി ബ്രഹ്മയാമം ആരംഭിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണവും കൂടെ കിട്ടും. മാത്രമല്ല, ഇത് നിങ്ങളിപ്പോൾ 2:30-ക്കാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നെങ്കിൽ, അല്ലെ 2:45-ആണെങ്കിൽ അറിയാതെ ഉണർന്നെങ്കിൽ, ഈ വിദ്യ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ കിടക്കാം. അതിനകത്തൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ സമയത്തൊരു ഉണർവുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരൻ, ആ ഈശ്വരബോധം കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഈശ്വരൻ്റെ പ്രത്യേകമായ അനുഗ്രഹമുള്ള വ്യക്തി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. നിങ്ങളിൽ ഈശ്വരൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് അപാരമായ ഈശ്വരാധീനം ഉള്ളൊരു വ്യക്തി തന്നെയാണ്. നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. കാരണം ഞാൻ പലപ്പോഴും ഈ സമയത്ത് വെളുപ്പിനെ ഉണരാറുണ്ട്. അത് ഞാൻ ഇത്ര വീഡിയോയിൽ കൂടെ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ലോകം മുഴുവനുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊന്നും എൻ്റെ അറിവല്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്കിങ്ങനെ കിട്ടുന്ന ജ്ഞാനമായി പറഞ്ഞു തരുന്നത് പല വിദ്യകളും. അതാ ഞാൻ പറഞ്ഞു തരുന്ന വിദ്യകൾ ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഗുരുക്കന്മാരിൽ നിന്നും ഒക്കെ ഈ സമയത്താണ് എനിക്ക് ജ്ഞാനം കിട്ടുന്നത്. അതൊരു രഹസ്യമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ ഉണരുന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ജീവിതം മാറണമെങ്കിൽ അറിയേണ്ട കാര്യം അറിയണം, ചെയ്യേണ്ട കാര്യം ചെയ്യണം, എങ്കിലേ ജീവിതം മാറത്തുള്ളൂ. അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിങ്ങനെ ഈ സമയത്ത് ഉണരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. 2 ചെയ്യേണ്ട കാര്യം ആരാ? ഗുരുവിനെ വിളിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ സമയത്ത് അലാറം വെച്ച് എഴുന്നേൽക്കുന്നതിനെ കുറിച്ചല്ല. സ്വാഭാവികമായിട്ട് അറിയാതെ നമ്മൾ ഉണരുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഒരു അലാം വെച്ച് ആ സമയത്ത് എഴുന്നേൽക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ അറിയാതെ ആ സമയത്ത് ഉണരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ കിടക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് വളരെ നല്ല രീതിയിൽ ദൈവാനുഗ്രഹം വന്നു ചേരുമെന്നുള്ളതാണ്, യാതൊരു സംശയവും വേണ്ട. ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ഉറങ്ങുന്ന സമയം, മൈൻഡ് ഡീപ്പ് സ്ലീപ്പിലായിരിക്കുന്ന സമയം, ആ പ്രപഞ്ചം ഉറങ്ങുന്ന സമയം നിങ്ങൾ മാത്രം ഉണരുന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ആ ഉള്ളിലെ ആ ദിവ്യബോധത്തിൻ്റെ അതൊരു ഉണർവ് തന്നെയാണ്. അത് എന്ത് കാരണം കൊണ്ട് ഉണർന്നാലും അങ്ങനെ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ദിവസം ഉണരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വാഭാവികമായിട്ട് ഉണരുന്നുണ്ടെങ്കിൽ ആ ഉണർന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ എന്തിനാണോ എഴുന്നേറ്റ് ആ കാര്യം നടത്തി കഴിഞ്ഞ് വെള്ളം കുടിക്കാനാണെങ്കിൽ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞ്, അല്ല യൂറിൻ പാസ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞ്, മൂത്രം ഒഴിച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെങ്കിലും ആ കാര്യം സാധിച്ചു കഴിഞ്ഞ് കൈയും കാലും മുഖവും കഴുകിയിട്ട് നിങ്ങളൊരു കസേരയിലിരുന്നോ എങ്ങോട്ട് വേണമെങ്കിലും ഇരിക്കാം. കിഴക്കിലോ ദിക്ക് തൂക്കി എവിടെ ഇരുന്നും വീട്ടിനുള്ളിലോ ഇരുന്ന് ചെയ്താൽ മതി. എൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ കിടക്കപ്പായി ഇരുന്ന് ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല.
നിങ്ങൾ വാ കൊണ്ട് ഒരു തവണ ഓം അഗത്തീശായ നമ എന്ന് ഉച്ചരിക്കുക. മനസ്സിൽ ഒരു തവണ ഓം അഗത്തീശായ നമ എന്ന് ഉച്ചരിക്കുക. അഗത്തീശൻ, അകത്തെ ഈശൻ, അതാണ് അഗത്തീശൻ. എന്നിട്ട് കണ്ണടച്ച് ഉള്ളിൽ ഒന്ന് വെറുതെ ധ്യാനിക്കുക. ഒരു 1, 2, 3 മിനിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് കിടക്കാം, അതിനകത്തൊരു കുഴപ്പമില്ല. ഇതിനുവേണ്ടി നിങ്ങൾ എഴുന്നേൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അറിയാതെ ഉണരുകയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴത് ഫലം ഉണ്ടാകുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ ആ സമയത്തിന് എഴുന്നേൽക്കേണ്ട കാര്യമില്ല. പലരും ഉണരാറുണ്ട് ആ സമയത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആ സമയത്ത് ഉണരാറുണ്ട്. ആ സമയം പ്രയോജനപ്പെടുത്തിയാൽ മതി. ഞാനൊക്കെ ദിവസം ഉണരാറുണ്ട് ആ സമയം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ട് പറഞ്ഞു തരുന്നത്. മിക്കവാറും ഒരു 2:30-ക്കും 4:30-ക്കും ഉള്ളിൽ ഞാൻ എഴുന്നേൽക്കാറുണ്ട്. ഇതുപോലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിൽ ഒരു കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും മിക്കവാറും എഴുന്നേൽക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ കണ്ടത് ശിവലിംഗമാണ്. ചിലപ്പോൾ ഏതെങ്കിലും ശിവക്ഷേത്രങ്ങളായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഗുരുക്കന്മാരുടെ കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും കണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഇതെൻ്റെ ജീവിതത്തിൽ നിത്യമായി ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത്. അല്ലാതെ അവിടെ കേൾക്കുന്ന കാര്യമോ ഇവിടെ കേൾക്കുന്ന കാര്യമോ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമോ ഒന്നുമല്ല. ഞാൻ അനുഭവിക്കുന്ന ആ ഒരു ദിവ്യമായ ബോധത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ അനുഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. അതുകൊണ്ട് തന്നെയാണ് ആ 2:30 മുതൽ 4:30 വരെ എന്നുള്ള സമയം പറഞ്ഞത്. 4:30 കഴിഞ്ഞ് തൊട്ട് എഴുന്നേൽക്കുന്നത് സ്വാഭാവികമായിട്ട് അല്ലെങ്കിലും പലരും എഴുന്നേൽക്കുന്നുണ്ട്. അതല്ല, ഇതൊരു ഉണർവിൻ്റെ സമയമാണ്. ഒരു ഉണർവിൻ്റെ സമയം മാത്രമല്ല, ദിവ്യമായ ശക്തികൾ നമ്മളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ബോധം പ്രപഞ്ചബോധവുമായിട്ട് ചേരുന്ന ഒരു സമയമാണ്. ഈ സമയം നമ്മൾ ആ ഗുരുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഗുരു നമ്മളെ വഴി കാട്ടും. ഒരു ഗുരുവില്ലാതെ ഒന്നും നടക്കത്തില്ല കേട്ടോ. നമ്മൾ സ്വയം എന്തെങ്കിലും ആയിത്തീരാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഒരു പുസ്തകത്തിൽ കണ്ടൊരു മന്ത്രം ജപിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു മന്ത്രം പറഞ്ഞു തന്നാലോ ഒന്നുമല്ല. യഥാർത്ഥമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ ഗുരുവിൻ്റെ കൃപ തന്നെ വേണം. ആ ഗുരു എങ്ങനെയുള്ള ഗുരുവായിരിക്കണം? നിങ്ങളെപ്പോലെ തന്നെ ജീവിച്ച്, നിങ്ങളെപ്പോലെ തന്നെ ലോണും എല്ലാം അടച്ച്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ വിഷമിക്കുന്ന, നിങ്ങളെപ്പോലെ തന്നെ കരയുന്ന, നിങ്ങളെപ്പോലെ തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു ഗുരുവായിരിക്കണോ? ഒരിക്കലുമല്ല. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും കർമ്മദോഷം ഉള്ളതുകൊണ്ടാണ്. അത് ഏത് വ്യക്തി ജനിച്ചാലും നമ്മൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന, ജനിമൃതികൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഊർജ്ജസ്വരൂപനായ ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. അത് എൻ്റെ ആദ്യം മനസ്സിൽ വന്നത് അഗസ്ത്യീശൻ തന്നെയാണ്, അഗസ്ത്യ ഗുരു തന്നെയാണ്. എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ആ ഈശ്വരനായ ഗുരുവിനെ നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളെപ്പോലെ തന്നെ പിറവിയെടുത്ത ചില അവധൂതന്മാരായ ഗുരുക്കന്മാർക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരൊന്നും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വരാറില്ല. അവർ വളരെ ലക്ഷത്തിൽ ഒരാളെ അനുഗ്രഹിക്കാറുള്ളൂ. അങ്ങനെയാണ്. അല്ലാതെ സാധാരണ നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്ന, നമ്മളെപ്പോലെ തന്നെ ലോണെല്ലാം അടിച്ച് പ്രാരാബ്ധത്തിൽ ജീവിക്കുന്ന, ഒരു അറിവ് പറഞ്ഞു തരുന്ന ഗുരുവായിട്ടുള്ള അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഇതുപോലെ ദിവ്യമായ ബോധം നൽകാൻ പറ്റത്തില്ല. അതൊന്നുകിൽ അവധൂതന്മാരായിട്ട് അത് ജീവിച്ചിരിക്കുന്ന അവധൂതന്മാർക്ക് പറ്റും. അത് ലക്ഷത്തിലൊരാളെ അനുഗ്രഹിക്കത്തുള്ളൂ. വളരെ അപൂർവമാണ് അവധൂതന്മാർ. അവധൂതന്മാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശിവപ്രഭാകര ശുദ്ധിയോഗി, അല്ലെങ്കിൽ വട്ടിസ്വാമി, ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരെ, പൂന്തുറ സ്വാമി, കാലടി മസ്താൻ, ഇങ്ങനെ ഒരുപാട് അവധൂതന്മാരുണ്ടല്ലോ, മായി അമ്മ, അവരൊക്കെയാണ് അറിയാമല്ലോ. അവരൊക്കെ വളരെ ലക്ഷത്തിലൊരാളെ ഒരു അനുഗ്രഹിക്കുന്നു. പിന്നെ നമുക്ക് ഇതുപോലെ പ്രപഞ്ചത്തിൽ ഊർജ്ജ രൂപത്തിലുള്ള ഗുരുക്കന്മാർ, അത്തരത്തിലുള്ള ഗുരുക്കന്മാരെന്ന് പറയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അഗസ്ത്യരുടെ പേരാണ്. അദ്ദേഹം പ്രപഞ്ചത്തിൽ ഇപ്പോഴും ആ ഊർജ്ജ രൂപത്തിലുണ്ട്. അദ്ദേഹം നമ്മൾ മനഃശുദ്ധിയോടുകൂടി അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം നമ്മളെ സഹായിക്കും. അപ്പം നമ്മുടെ മനഃശുദ്ധി ഉണ്ടാകണം. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല. തെറ്റുകൾ ചെയ്താൽ അത് തിരുത്താൻ തയ്യാറാകണം. മനഃശുദ്ധിയോടുകൂടി അദ്ദേഹത്തെ വിളിക്കണം. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം അവരുടെ ജീവിതത്തിൽ അത് നമുക്ക് വിളിക്കാനേ പറ്റത്തുള്ളൂ. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഇവരെ അനുഗ്രഹിക്കണ്ടയോ എപ്പോഴാണ് അനുഗ്രഹിക്കണമെന്നൊക്കെ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അതിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. നമുക്ക് അദ്ദേഹത്തെ ശുദ്ധമായ മനസ്സോടുകൂടി വിളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അപ്പം ഞാനിതൊന്ന് പറഞ്ഞു തരാൻ കാര്യം, കഴിഞ്ഞ ഒരു ദിവസം വാട്സപ്പിൻ്റെ ഒരു സ്റ്റാറ്റസിനകത്ത് ഞാൻ അഗസ്ത്യരുടെ ഒരു കാര്യം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പം നിങ്ങൾ ഓം അഗത്തീശായ നമ എന്ന മന്ത്രം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുക. നിങ്ങളുടെ അന്നത്തെ ദിവസം നല്ലതായിരിക്കുന്നു. വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസായിട്ട് ഇട്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു വ്യക്തി മെസ്സേജ് ചെയ്തു, സാറേ ഞാൻ ആ പറഞ്ഞ പോലെ ചെയ്ത് എൻ്റെ അന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു.
അപ്പോൾ സാറിനും എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതുകൂടെ പറഞ്ഞു തന്നേക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഗുരുവിനെ വിളിച്ചാൽ 10 ഇരട്ടി ഫലമാണ്. ഇനി അതല്ല, നിങ്ങളിപ്പോൾ ഒരു 6 മണിക്കാണ് എഴുന്നേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേക്കുന്നത് ഏത് സമയം ആയിക്കോട്ടെ, ആ സമയത്താണേലും നിങ്ങൾ എഴുന്നേറ്റ് കിടക്കപ്പായിരുന്നു കൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടി, എന്ന് വെച്ചാൽ മനസ്സിൽ ഒരു ചിന്തയില്ലാതെ ഏറ്റവും ഭക്തിയോടെ ഏറ്റവും ബഹുമാനത്തോടെ ആ ഈശ്വരന്, അദ്ദേഹം ഈശ്വരൻ തന്നെയാണ്, ശിവൻ തന്നെയാണ്, ഓം അഗതീശായ നമഃ എന്ന് വാഗൊണ്ട് ജപിക്കുക, മനസ്സിലൊരു തവണ ജപിക്കുക, എന്നിട്ട് കണ്ണടച്ചുള്ളിൽ ധ്യാനിക്കുക. അങ്ങനെ ചെയ്താലും ഫലം കിട്ടും. ഇത് കൂടാതെ അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, എപ്പോൾ എഴുന്നേറ്റാലും ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടും. നിങ്ങളുടെ അന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. കാരണം ഗുരു വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യങ്ങളുമില്ല. ആ ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. അത് മരണത്തിനുമൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഗുരുവാണ്. അഗസ്ത്യർ എന്നൊക്കെ പറഞ്ഞാൽ ജനിമൃതികൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഈശ്വരൻ തന്നെയാണ്. അപ്പം അദ്ദേഹത്തിന് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റും. നമുക്കപ്പുറം സഞ്ചരിച്ച ഒരു വ്യക്തിക്ക് നമ്മളെ മാറ്റാൻ പെട്ടെന്ന് പറ്റുമെന്നുള്ളതാണ്. നമ്മളെപ്പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ടാകും, ആ കർമ്മദോഷങ്ങളും ഉണ്ടാകും. പക്ഷേ മരണത്തിനപ്പുറം നിൽക്കുന്ന ഒരു ഗുരു എന്ന് പറയുമ്പോൾ ആ ഗുരുവിന് നമ്മളെ പലതിലേക്കും പല നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ അഗസ്തീശ്വരനെക്കുറിച്ചുള്ള ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഈ വീഡിയോ ആര് കണ്ടാലും ഞാനിത് പറഞ്ഞു തരുന്നത് എൻ്റെ മനസ്സിൽ ഒരു ചിന്തയില്ല, ശുദ്ധമായ മനസ്സോടു കൂടിയാണ്. എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രമേ ഒരാഗ്രഹമുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്ന കാര്യം ഇത് കാണുന്നവരുടെ, ഇത് ശരിയായിട്ട് മനസ്സിലാക്കുന്നവരുടെ, ഇത് ചെയ്യുന്നവരുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും. ജീവിതത്തിൽ ഒരുപാട് പല അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അറിയാതാണെങ്കിൽ പോലും ഈ പറഞ്ഞ 2:30-ക്കും 4:30-ക്കും ഇടയ്ക്ക് വെളുപ്പിനെ എഴുന്നേറ്റാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അത് അറിയാതെ എഴുന്നേറ്റാൽ ചെയ്താൽ മതി. ഇനി അതല്ല, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എപ്പോൾ എഴുന്നേക്കുന്നു ആ എഴുന്നേക്കുന്ന സമയത്ത് നിങ്ങൾ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ചെയ്യാം. നിങ്ങൾ എപ്പോൾ എഴുന്നേറ്റാലും കുഴപ്പമില്ല, എഴുന്നേക്കുന്ന സമയം കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ഓം അഗതീശായ നമഃ എന്ന് വാഗൊണ്ട് ഒരു തവണ ജപിക്കുക. കണ്ണടച്ച് മനസ്സിൽ ഓം അഗതീശായ നമഃ എന്ന് മനസ്സിൽ ജപിക്കുക. എന്നിട്ട് ഹൃദയത്തിൽ അഗസ്ത്യരെ ധ്യാനിച്ച് അല്പനേരം കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ഓരോ ദിവസവും ഏറ്റവും മനോഹരമായിരിക്കും. ഓരോ ദിവസവും എല്ലാം നടക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും. ലക്ഷങ്ങൾ കൊടുത്താലും, എത്ര ജന്മം തപസ്സിരുന്നാലും, ആരുടെയൊക്കെ പുറകെ നടന്നാലും കിട്ടാത്ത അത്ഭുതകരമായ കാര്യമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എൻ്റെ ജീവിതമുണ്ട്, എൻ്റെ അറിവുണ്ട്, ഞാൻ നടന്നു വന്ന വഴികളുണ്ട്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങളോട് പറഞ്ഞു തന്നത്. അല്ലാതെ ഒരു പുസ്തകത്തിൽ കാണുന്ന കാര്യമോ അവിടെ ഇവിടെ ആരെങ്കിലും പറയുന്ന കാര്യമോ ഒന്നുമല്ല. ഇത് എൻ്റെ ജീവിതം തന്നെയാണ്. ഞാൻ അറിഞ്ഞ അഗസ്ത്യരെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ അനുഭവിക്കുന്ന അഗസ്ത്യരെ തന്നെയാണ്, എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. നിങ്ങളുടെ ഓരോ ദിവസവും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ഓരോ ദിവസവും എല്ലാ പ്രവൃത്തികളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ശത്രുദോഷമായിക്കോട്ടെ, ഒരു ശാപദോഷമായിക്കോട്ടെ, ഒരു പ്രാക്കുദോഷമായിക്കോട്ടെ, ഒരു സർപ്പദോഷമായിക്കോട്ടെ, കുടുംബദോഷമായിക്കോട്ടെ, എല്ലാം ദോഷമായിക്കോട്ടെ, നമ്മളെ ഒന്നും ബാധിക്കത്തില്ല. ദോഷമൊക്കെ അവിടെ കടന്നോട്ടെ. ദോഷം കിടക്കരുതെന്നാരും പറഞ്ഞു, ദോഷമായിക്കോട്ടെ, നമ്മളെ ബാധിക്കത്തില്ല. നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്, പരമേശ്വരൻ തന്നെയാണ്. ഇപ്പം അത് ഏത് ഗുരുവാണെങ്കിലും കേട്ടോ. ഞാനിപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ അഗസ്ത്യരായതുകൊണ്ടാണ് ഞാൻ അഗസ്ത്യരെ കുറിച്ച് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗുരുക്കന്മാരുണ്ട്, അവരെ വിളിക്കുക, അതിനകത്തൊന്നും തെറ്റില്ല. ഞാൻ ശിവനായിട്ട് തന്നെ, അഗസ്ത്യനെ ശിവനായിട്ട് തന്നെയാണ് കാണുന്നത്. അത് ആ അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് എന്തും മാറ്റിമറിക്കാൻ പറ്റും. അപ്പോൾ അത് എൻ്റെ ആ അനുഭവത്തിലുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലും പ്രയോജനം ചെയ്യും. അപ്പം ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. ഗുരുവിനെ എന്തും മാറ്റിമറിക്കാൻ പറ്റും. ഏത് ശാപദോഷങ്ങളെ മാറ്റിമറിക്കാൻ പറ്റും. ഏത് കർമാസിനെയും കർമ്മമാണ് നമ്മളെ ശരിക്കും എല്ലാം ചെയ്യിക്കുന്നത്. ഈ കർമ്മമാണ് നമ്മളെ പിന്തുടരുന്നത്. കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി തന്നെയാണ്. നമ്മൾ ഈ ജന്മം അല്ലെങ്കിൽ മറ്റൊരു ജന്മം ചെയ്ത കർമ്മങ്ങളുടെ ഒരു പരിണിത ഫലമാണ് പലപ്പോഴും നമ്മൾ കർമ്മ ബേസിലേക്ക് എത്തുന്നത്. ഈ കർമ്മത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ, നിർവീര്യമാക്കാൻ ഗുരുവിന് സാധിക്കും. അല്ലെ, അതിനുള്ള മാർഗങ്ങളിലൂടെ ഗുരു നമ്മളെ നടത്തും. അപ്പോൾ ആ ഗുരു തന്നെയാണ് പരബ്രഹ്മം, ആ ഗുരു തന്നെയാണ് ഈശ്വരൻ. ആ ഗുരുവിൻ്റെ തന്നെ കോടി തവണ ആ ഗുരുവിൻ്റെ മഹാഗുരു അഗസ്ത്യരുടെ പാദങ്ങൾ പ്രണമിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ നിർത്തുകയാണ്. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക.
ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. ലളിതമായ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. പിന്നെ ഏതൊരാൾക്ക് സ്വയം വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളുമൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. അത് കേട്ടിട്ട് ആവശ്യം രീതി പറയും, ചെയ്യുന്ന രീതി കേട്ടിട്ട് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ളൊരു കാര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ വളരെ ചുരുക്കി വോയിസ് ഇട്ടാൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാം നല്ല കാര്യമാണ് പറഞ്ഞുതരാം. അതിന് ഫീസൊന്നും വിടരുത്, ഇട്ടാൽ ഞാൻ തിരിച്ചിടും. ഇത് വിശകലനം ചെയ്യുന്നതിന് വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. പറ്റുന്നവർക്ക് മുൻഗണനാക്രമത്തിലായിരിക്കും ചെയ്യുന്നത്. ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, പിന്നെ ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ സത്യസന്ധമായിട്ട് എനിക്കറിയാവുന്ന ഗ്രഹത്തിലെ കൈരേഖയും സംഖ്യാജ്യോതിഷമൊക്കെ പരിശോധിച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഏത് ദിവസം ക്ഷേത്രത്തിൽ പോകണം, ഏത് ദേവനെ ഏത് ദിവസം വണങ്ങണം, ഏത് മന്ത്രം ജപിക്കണം, ഏതൊക്കെ മന്ത്രങ്ങൾ ജപിക്കണം, ഏതൊക്കെ ക്രമത്തിൽ ജപിക്കണം, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ ദേവത, എവരിത്തിങ് ഒരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.